അപ്പോൾ ഇന്ന് എൻ്റെ കൂടെ ഇൻട്രോ പറയാനായിട്ട് ഇഷാനും ഇനിക്കുട്ടിയുണ്ട്. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് സൗത്ത് ബാംഗ്ലൂരാണ്. അപ്പോൾ ഇന്ത്യയിൽ തന്നെ വലിപ്പത്തിൽ 6ാം സ്ഥാനമുള്ള പേരാലാണ് ഇവിടെ ഉള്ളത്. ആ പേരാലിൽ നിന്നും സ്പ്രെഡ് ആയിട്ടുള്ളതാണ് ഇത്രയേറെ പേരാലിൻ്റെ ട്രീസ് കാണുന്നത്. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളാണ് നമ്മുടെ വീഡിയോസിൽ ഇന്നും മുഴുവൻ. അപ്പോൾ നമ്മുടെ കാഴ്ചകളൊക്കെ നിങ്ങളെ കാണിച്ചു തരാം. ಈ ಒಂದು ದೊಡ್ಡ ಆಲದ ಮರ ಬೆಳ್ಕೊಂಡಿದೆ. ಈ ಆಲದ ಮರದ ವಿಶೇಷತೆ ಏನಪ್ಪಾ ಅಂತ ಹೇಳಿದ್ರೆ ಎಲ್ಲ ಭಗವದ್ಗೀತೆ ಇವತ್ತಲ್ಲೇ ನಮ್ಮ ಹೋಮ್ ಸ್ಕೂಲಲ್ಲಿ ಅದ್ರ ಬಗ್ಗೆ ಶ್ಲೋಕಗಳನ್ನ ಪಠನೆ ಮಾಡಿದ್ರು. ಟೋಟಲ್ ಎಷ್ಟು ಅಧ್ಯಾಯ ಇದೆ? ಅಧ್ಯಾಯದಲ್ಲಿ ಶ್ಲೋಕ ಬರುತ್ತೆ. ഈ ട്രീസിനൊക്കെ 400 വർഷത്തെ പഴക്കമുണ്ട്. ഇതിൻ്റെ അകത്ത് തന്നെ ഒരു അമ്പലമുണ്ട്. ഇതിൻ്റെ ഒറിജിനൽ ട്രീ ആണ് തോന്നുന്നല്ലേ? ഇവിടെ നല്ല രസമില്ല, കറക്റ്റ് കുറയില്ല. അവിടെ ആ മരം പക്ഷി ഇല്ലേ ഇവിടെ പൊട്ടി വർഷങ്ങൾ മുമ്പ് ആ പൊട്ടിയത് നശിഞ്ഞ് ഇതൊക്കെ ഇപ്പോൾ ഉള്ള പേരാണ്. ഇതാക്കൊച്ച് ഹായ് പറയുവേ. ആ മജന്ത ഇവിടെ നല്ല ആംബിയൻസ് ആണ്, നല്ല തണുപ്പും തണലും ഇത്രയേറെ മരങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നല്ല തണുപ്പ് നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ ബാംഗ്ലൂർ വരുന്നവർ തീർച്ചയായിട്ടും ഇവിടെ നമ്മുടെ ദൊഡ്ഡാൽമരയിൽ വിസിറ്റ് ചെയ്യണം. നമുക്കൊരു മൈൻഡൊക്കെ റിലാക്സ് ആകും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിവിടെ വരണം കേട്ടോ. ഇപ്പോൾ പണ്ടിവിടെ ഈ എല്ലാം കാണുന്ന എല്ലാം മൃഗങ്ങളുണ്ടായി, പക്ഷേ ഇപ്പോൾ കുരങ്ങനും കുറച്ച് കിളികൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇനി ഞങ്ങളിതേ നേരെ ലാൽബാഗിലേക്ക് പോവാണ്. അപ്പോൾ അവിടുത്തെ വിശേഷം നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഇതുവരെ നിങ്ങൾ വീഡിയോ കാണുന്നതിന് താങ്ക് യു. ടാറ്റ ടാറ്റ കൊടുത്തേക്ക്.